ഗായ്സ് നമ്മള് റെയിമിനെ ആദ്യമായി എന്തോർഞ്ഞാലേ കയറിയിട്ട് ചെയ്യാനോട് കൊണ്ടുപോവാണ്. എന്തോർഞ്ഞാലേ കയറ്റത് ഓട്ടോറിക്ഷയിലെ നമ്മൾ കുറെ ഓട്ടോറിക്ഷകൾ വരുന്നുണ്ട്. റെയിം, എന്താണ് താങ്കളുടെ ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്നതിന്റെ ഒരു വേറെ ഈ സാധനം നമ്മളെ നാട്ടിലൊക്കെ ഇറക്കണം എന്നുള്ള അതാ എത്തിയോ? 40 കിലോമീറ്റർ ഒന്നുകൊണ്ട് തിരിച്ചു പോയിട്ട് റിട്ടേൺ വരുമോ? ഓക്കെ ഓക്കെ വന്ന് വണ്ടി തിരിച്ചു പോവാണ്. ഫാമിലി ഏത് റൈഡ് ഇവിടെ നമുക്ക് ജപ്പാന്റെ പവലിയൻ കാണാം. അവിടെ അഫ്ഗാനിസ്ഥാനുണ്ട്. അങ്ങനെ ഇവിടെ ഓരോ നാടിൻ്റെ ഓരോ പവലിയനായിട്ട് ഇവിടെ അങ്ങനെ കാണാം. നമുക്ക് പേര് പോലെ തന്നെ ഗ്ലോബൽ വില്ലേജ് കൊണ്ട് ഒരു ഗ്ലോബിലുള്ള മൊത്തം നാടിൻ്റെ പവലിയനോടെ കാണാം. അതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ അവരൊരു ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അവരെ ട്രഡീഷണൽ വസ്ത്രധാരണം ഉണ്ടാവും, അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ, പിന്നെ അവിടെ ഓരോരോ സ്പൈസസും കാര്യങ്ങളും ഞങ്ങൾക്ക് മേടിക്കണവർക്ക് മേടിക്കുകയും ചെയ്യാം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവില്ല. ഇത് തായ്ലാൻഡിൻ്റെ ഇവിടെ, കൊറിയൻ്റെ അവിടെ ഉണ്ട്. പിന്നെ അങ്ങനെ ഓരോ നമ്മൾ കൊറിയൻ പവലിയൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവുകയാണ്. നമ്മളെ കൂടുതൽ റെയിം പറഞ്ഞ അവന് BTS ബാൻഡിൻ്റെ ഫാനാണ്. ഇതിനുള്ളിൽ കയറുമെന്ന് പറയുന്നത്. അതിനുള്ളിൽ കയറിയോട്ടെ. അപ്പോൾ ഇതാണ് കൊറിയൻ പവലിയൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ. ഇവിടെ തന്നെ ഉണ്ട്, കയറുമ്പോൾ തന്നെ ഉണ്ട്. ഇവിടെ ഇതൊക്കെയാണ് ഇതിനുള്ളിലത്തെ ഓരോ ഷോപ്പുകളും കാര്യങ്ങളും വരുന്നത്. അവരെ കുറേ കൊറിയൻ്റെ ലോഗും കാര്യങ്ങളൊക്കെ ഉള്ള, പിന്നെ അവരെ കുറേ ബ്യൂട്ടി പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊറിയൻ പ്രൊഡക്റ്റുകൾ. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇവിടെ നിന്ന്. അതെന്തോ സംഭവമാണ് കൊറിയത്തെ കഴിക്കണേ, ഉണ്ടാക്കുന്നുണ്ട് അവിടെ. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെയാണ് കൊറിയൻ പവലിയൻ്റെ കാഴ്ചകൾ. നമുക്ക് അടുത്ത പവലിയൻ പോവാം. അവിടെ ഇതേപോലെ തന്നെ ഓരോരോ ട്രഡീഷണൽ കാര്യങ്ങൾ. ഇപ്പോൾ അമേരിക്കൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഓരോരോ ട്രഡീഷണൽ കാര്യങ്ങളും ഓരോ ഷോപ്പുകളും അവരെ ഓരോ പ്രൊഡക്റ്റുകൾ അവിടെ നാട്ടിലത്തെ അതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ. റെയിമോടെ അവിടെ എത്ര ഫോട്ടോ നോക്കിയിട്ടുണ്ടാവും, കുളത്തി നിൽക്കണ വിളിച്ചോട്ടെ. അപ്പോൾ ഗായ്സ് റെയിം മിസ്സിങ് ആണ്. റെയിം കൊറിയൻ പവലിയൻ്റെ ഉള്ളിലാണ് പോയിട്ടുണ്ട്, പിന്നെ പുറത്ത് വന്നിട്ടില്ല. ചോദിച്ചാൽ ആ ഗായ്സ് റെയിമിനോടെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ റെയിം മിസ്സിങ് ആയിരുന്നു, അത് വന്നിട്ടുണ്ട് ആള്. ഹായ് ഗായ്സ്, ഇവിടെ കൂട്ടി മുട്ടി ഗായ്സ് ആയിരുന്നു. എന്തോ സ്റ്റേജ് ഷോ ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ, ഡാൻസാണ്. കുറച്ചേരം അത് കണ്ടിട്ടുണ്ട്.
ഇനി അടുത്തതിൽ കയറാൻ വേണ്ടി പോകുന്നത് സൈബർ സിറ്റി. ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ അവിടെ ഉള്ളത്, അവിടെ ടിക്കറ്റ് എടുത്ത് വരണം. പക്ഷേ അതിൻ്റെ ഷോ ഓൾറെഡി തുടങ്ങിയിട്ട് ടൈം ചെയ്തിട്ടുണ്ട്. 7:05 ഓൾറെഡി തുടങ്ങിയ ഷോ. ഇവിടെ ഷോ തുടങ്ങിയിട്ട് 7:05 ഷോ തുടങ്ങിയപ്പോൾ 7:15 തുടങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ഷോ ഉള്ളത് 8:25 ഇനിയിപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ജെബി പറഞ്ഞു ജെബിക്ക് ഇന്ത്യൻ പവലിയൻ കാണാമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാനിപ്പോൾ അങ്ങോട്ട് എല്ലാവരും കൂടി ഇന്ത്യൻ പവലിയൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കണ്ടിട്ട് അതിന് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളായിട്ട് വരാം. ചായ കുടിച്ചോണ്ട് നമുക്ക് പോകാം. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി മജ്ലിസിൽ ഇങ്ങനെ ഇരുന്നിരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് പുള്ളിൽ ഇങ്ങനെ ഇരിക്കള് സെറ്റപ്പ് ഉണ്ട് ഉണ്ടല്ലേ. അവിടെ ഇങ്ങനെ വന്നിരുന്നത് ഞാനൊരു എഗ് പബ്സ് റെയ്മല്ല ചിക്കൻ സമൂസയും ചായ ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബഷീറും പെണ്ണുങ്ങളും അവിടെ ഇരിക്കാനുള്ള സീറ്റും കുറ്റിയും കുളത്തൊക്കെ ഇട്ട് റെഡിയാക്കേണ്ടിയിരുന്നോട് നമ്മളൊരു വീഡിയോ ഉണ്ട് ഇത് കഴിക്കുന്നതായിട്ട് ഇവിടെ വില്ലേജ് ഉണ്ട്. ചായയും പപ്സൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് ഈ കടയിൽ നിന്ന് ചായ കുടിച്ച്. അപ്പം കഴിച്ചതിന് ശേഷം ഇതിവിടെ കണ്ടപ്പോൾ ഇത് കഴിക്കണം എല്ലാവർക്കും ആഗ്രഹം. ഇതെന്താ അറിയോ, ഇത് കോക്കനട്ട് മിൽക്ക്. കോക്കനട്ട് മിൽക്കാണ് എൻ്റെ ഇനി എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൈ മാറ്റി പിടിക്കട്ടെ. ഈ ഇതെടുക്കാം. എടാ ഈ മാങ്ങ ഇവിടെ എടാ ഒന്ന് പ്ലീസ് നോക്കാനുണ്ട്. എല്ലാം കൂടി ഫ്ലേവർ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇതാ ഇതെങ്ങനെ എടുത്തത് എടുക്കണ്ട കൊള്ളിടില്ല. എങ്ങനെയുണ്ട്? ഇനി ഞാൻ ഇത് പോട്ട് ഇത് മിക്സ് ചെയ്തടിക്കണം. സംഭവം വെച്ചാല് നാട്ടിൽ നമ്മള് വൈകുന്നേരം ഉമ്മ ഉണ്ടാക്കും ഗോതമ്പറ്റ് സാധനം ചായക്ക്. എനിക്കറിയില്ല, ഞാൻ തിന്നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ. ഇത് പിടിച്ച് നാട്ടിലൊക്കെ ആകുമ്പോ വീട്ടില് വൈകുന്നേരം ഉമ്മ ഉണ്ടാക്കുമല്ലോ ഗോതമ്പറ്റ് പഞ്ചസാര ഒരു തിന്നല്ലോ. അതെ അതെ, അതും മാങ്ങയും കൂടി കുഴച്ച് തിന്നാണ്ടാവും. രസം കേട്ടോ. ഈ റൈസ് ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്. വിത്ത് കോക്കനട്ട് മിൽക്ക് ആയിരുന്നു. നമുക്ക് വെയിറ്റ് വെക്കാൻ ഇവരെ കൂടി തട്ടിപ്പിടിച്ച് എടുത്തിട്ട് ഞാൻ കഴിഞ്ഞാൽ കുറെ നേരം കാണിച്ചില്ലേ അവസരം നഷ്ടപ്പെട്ടു. ടേസ്റ്റ് അസല്ല ഓക്കെ. ഞാനൊരു 10 10 out of 6 എനിക്ക് ഒരു 7.5. രസമുണ്ട് സാധനം, ഇഷ്ടമായി. കവർ ഔട്ട് തന്ന കവറിനെ പറ്റി പറയണേ പക്ഷേ പറയാം. 10 out of 10. സൂപ്പർ കവർ. നീ കളയണ്ട കൂടെ കൊണ്ടുപോവാ. ഞങ്ങൾ വീണ്ടും ഇന്ത്യ പവലിയനിലോട്ടുള്ള നടത്തം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അത് തിരഞ്ഞിങ്ങനെ പോവാണ്. ഇവിടെ കുറേ കുവൈത്ത് പവലിയൻ ഉണ്ട്, അതേമാതിരി ഈജിപ്ത്, ഇതിൻ്റെയൊക്കെ ബാക്കിലോട്ടാണെന്നാണ് പറയണത്. പോയി നോക്കട്ടെ. അപ്പം അത് കണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് മറ്റേ നേരത്തെ പറഞ്ഞ ഷോൻ്റെ സമയമാവും. 8:20 ഷോ. അപ്പോൾ അവിടെ എത്തണം. അപ്പോൾ ഇത് തിരഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ പവലിൻ്റെ അടുത്തോട്ട് പോകണം. അവിടെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. ഇവിടെ കുറേ ഫുഡും കാര്യങ്ങളും, ഒരു സ്ട്രീറ്റ് ഫുഡ് ടൈപ്പുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെല് ചെയ്യേണ്ടവർ, അവർ ആൾക്കാർ ഒന്ന് കഴിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് വെള്ളത്തിൻ്റെ സൈഡിലൊരു ബോട്ടിൽ വെച്ച് ഭക്ഷണം സെയിൽ ചെയ്യണ പോലെ ആ ഒരു സെറ്റപ്പിലാണ് ഒരു ഇതുള്ളത്. ഇവിടെ നോക്കിയാൽ കാണാം ഒരുപാട് ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഭക്ഷണം മേടിക്കുന്നുണ്ട് കഴിക്കാൻ. അങ്ങനെ ഇവിടുന്ന് മുതൽ ആ ഒരു എൻഡ് വരെ ഇതുപോലത്തെ കുറേ കച്ചവടക്കാർ അവിടെ കാണാം. ഈ സൈഡിൽ നോക്കിയാൽ കാണാം ഇവിടെ കുവൈത്തിൻ്റെ പവലിയൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ യമൻ്റെ ഇവിടെ കാണാം. പിന്നെ ഈജിപ്ത് അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ബഹ്റൈൻ ഇവിടെ കാണാം.
പിന്നെ അത് കഴിഞ്ഞാൽ മൊറോക്കോ ഉണ്ട്. പിന്നെ നേരെ എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ KSA കാണാം. KSA എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യൻ്റെ പവലിയനാണത്. പിന്നെ എല്ലാ പവലിൻ്റെ ഉള്ളിലും കയറി വീഡിയോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കലൊന്നും തീരില്ല. അതുകൊണ്ട് ഏതായാലും ഇവിടെ വന്നുകൊണ്ട് നമ്മൾ ഇന്ത്യൻ പവലിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം, എന്തെങ്കിലും പുതിയ സംഭവങ്ങളൊക്കെ വന്നതെന്ന് അറിയാം. പിന്നെ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊന്ന് പോകാനുള്ളതാണ്. ആ ഒരു ഷോ കാണണം, അതിൻ്റെ സമയമാവാനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വന്ന് ഇന്ത്യൻ പവലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. അവിടെ നിന്ന് എൻട്രൻസ് നമുക്ക് പോയി നോക്കാം. അതിൻ്റെ ഇടയിൽ റഹീമൊന്നും മൊറോക്കൻ പവലിനുള്ളിൽ കയറിയിട്ടുണ്ട്. ചെക്കൻ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു മൊറോക്കൻ പവലിനുള്ളിൽ നിന്ന് കയറണം, അവിടെയൊക്കെ ഒന്ന് കാണുന്നുള്ളത്. അങ്ങനെ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ ഉള്ളിൽ നിന്ന് കയറി കറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം. എനിക്ക് തോന്നുന്നത് മറ്റുള്ള പവലിനെ അപേക്ഷിച്ച് ഇന്ത്യൻ്റെ പവലിനെ കുറച്ച് വലുതാണെന്നുള്ളത്. ഈ ഒരുപാട് ലോങ് ഉണ്ട്, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലോട്ടെല്ലാം ഉണ്ട്. കുറച്ച് വലിയ പവലിനാണ് തോന്നുന്നുണ്ട് ഇന്ത്യൻ്റെ ചുറ്റി കറങ്ങാൻ. ഇവിടെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ ബാഗും കാര്യങ്ങളും ചെരുപ്പും എല്ലാം കാണാം. ഇതൊക്കെ ഡ്രസ്സായാലും ഇവിടുത്തെ ജ്വല്ലറിയും ചെരുപ്പും ബാഗും എന്ത് കാര്യങ്ങളായാലും എല്ലാം ഫുള്ളി ഇന്ത്യൻ മെയ്ഡ് സാധനങ്ങളാണ് ഇവിടെ അവർ സെല് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. എല്ലാ പവലിൻ്റെയും ആ ഒരു നാട്ടിൽ നിന്നുള്ള മെയ്ഡുള്ള സാധനങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് സെല് ചെയ്യും. കഴിഞ്ഞാൽ ഇവിടെ കുറേ ജ്വല്ലറി ഷോപ്പുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രൈസ് വരുന്നത്. ജ്വല്ലറിൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 2 പീസ് 5 dirhams. പിന്നെ ഈ ഒരു ഡ്രസ്സിന് 50 dirhams, 75, 70 എഴുതി വെച്ചിട്ടുണ്ട്. ആൾക്കാർ നോക്കണൊക്കെ ഉണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ തന്നെ കുറേ ജ്വല്ലറി ഷോപ്പ്, ഡ്രസ്സിൻ്റെ ഷോപ്പുകളുണ്ട്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പ് കാണാം, ലക്ഷറി ഊത്ത്. ഇവിടെ ഒരു സ്പൈസസിൻ്റെ ഷോപ്പുണ്ട്, മുംബൈ സ്പൈസസ്. നല്ല അച്ചാറും കാര്യങ്ങളും പൊടികളും മസാലകളും എല്ലാം ഉണ്ട് ഇവിടെ. ആൾക്കാർ മേടിച്ചു കൊണ്ടുപോകണൊക്കെ ഉണ്ട് ഇവിടെ. നല്ല കോഫി, ചായപ്പൊടി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ കുറേ ബെഡ്ഷീറ്റും കാര്യങ്ങളും, പില്ലോസ് കവറ്, അതിൻ്റെയൊക്കെ ഷോപ്പാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ ഷോപ്പിലൊരു അമ്മച്ചിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ പ്രോഗ്രാം എന്തോ നടക്കുന്നുണ്ട്. കുറേ കുട്ടികൾ ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂമൊക്കെ മാറ്റി നിൽക്കുന്നുണ്ട് അവിടെ. എന്താ പരിപാടി നല്ല പോയാൽ നമുക്ക് നോക്കാം. എന്തോ ഡാൻസ് പ്രോഗ്രാം എന്തോ ആണ്. കഴിഞ്ഞതാണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് അറിയില്ല. എല്ലാവരും ഉണ്ട് ഇവിടെ. കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയില്ല. പക്ഷെ നമുക്ക് മറ്റ് പ്രോഗ്രാമിന് പോകാനുള്ളത് കൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങും വേണം, നോക്കാം. ഇപ്പോൾ ഞാൻ ഇന്ത്യൻ പവലിനുള്ളിൽ നിന്ന് ഇറങ്ങി. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേ ഷോക്ക് നമുക്ക് പോകാനുള്ളത്. ഇപ്പോൾ ഓൾറെഡി 8 മണിയായി, 8:20 ഷോ. ഇവിടെ നടത്തി ടിക്കറ്റൊക്കെ എടുത്തുമ്പോൾ കറക്റ്റ് സമയത്ത് നമ്മളവിടെ എത്തും. ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചോട്ടെ, അവരൊക്കെ മിസ്സിങ് ആണ്, അവരൊന്നും കാണാനില്ല. വിളിച്ചോട്ടെ. അപ്പോൾ അവരവിടെ ഈ കണ്ണ് ഖത്തർ പവലിൻ്റെ ഫ്രണ്ടിലുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതാണ് ഇതിലൂടെ ഈ ഒരു എൻട്രൻസിലൂടെ നമ്മളവിടെ ഉള്ളിലോട്ട് കയറിയത് ഇന്ത്യൻ്റെ. ഞാൻ വന്ന് ഇറങ്ങിയത് വേറൊരു എക്സിറ്റിലാണ്. അതുകൊണ്ട് അവരല്ല മിസ്സായത്, ഞാനാണ് സത്യം പറഞ്ഞ മിസ്സായത്. ഇനിയിപ്പോൾ ഖത്തറിൻ്റെ ഫ്രണ്ടിലോട്ട് പോകണം, അവരവിടെ ഉണ്ട് പറഞ്ഞ് പോയോക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ ടിക്കറ്റ് കൗണ്ടർ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. പ്രീമിയം സ്റ്റാർ സീറ്റിങ്ങിന് 50 dirhams, സ്റ്റാൻഡേർഡ് സീറ്റിങ്ങിന് 20 dirhams ആണ്. അപ്പോൾ നമ്മളെ മുബഷിറൊക്കെ ഈ ഒരു ഗ്യാപ്പിലുണ്ട്, ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്തുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി പിന്നെ നേരെ ഇതാണ് ഷോൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്, ആ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അങ്ങോട്ട് കയറി അവിടെ മേലെ കുറേ ആൾക്കാർ ഇരിക്കുന്നത് കണ്ടില്ല, അവിടെയാണ് നമുക്ക് സീറ്റിങ് വരുന്നത്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യണം. ബസ്സിലൊക്കെ ടിക്കറ്റ് എടുപ്പ് വരും. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് എല്ലാവരും കൂടി ഉള്ളിലോട്ട് കയറുകയാണ്. ഇവിടെ പൊട്ടെ ഇനി ഇങ്ങനെ പോയിട്ട് ഇവിടെയാണ് ആ ഷോയും കാറിലൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ സീറ്റിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മേലിലാണ്. അപ്പോൾ ഇതിലൂടെ പോയിട്ട് മേലോട്ട് കയറണം. ചൊള്ളപ്പറ്റിക്കാരൊക്കെ ഉണ്ട് ഇവിടെ. മേലെ പോയിരിക്കാം, കുറച്ച് മേലോട്ടിരിക്കാം, എന്നാലും നല്ല രീതിയിൽ കാണാം. കുറച്ച് മേലോട്ടിരിക്കാം നമുക്ക്. എവിടെയാണ് കണ്ടല്ലോ.
ഷോ തുടങ്ങാനായിട്ടുണ്ട്. അവിടെ പോയപ്പോൾ അവിടെ സെക്യൂരിറ്റി പറഞ്ഞു നിങ്ങളുടെ തന്നെ ഇവിടെ വന്നിരിക്കാൻ. ഞങ്ങൾ ഇവിടുന്ന് മേലോട്ട് കുറച്ച് പോയിട്ട് കുറച്ച് ഹൈറ്റിലിരിക്കുക, അപ്പോൾ നല്ല രീതിയിൽ കാണാം. ഈ ഒരു ഭാഗത്ത് സെൻട്രലായിട്ട് ഇവിടെ ഇരിക്കുക, അപ്പോൾ രണ്ട് ഭാഗത്തോട്ട് നല്ല രീതിയിൽ വ്യൂ ഉണ്ടാവും. Everything I say? Yeah, stupid! Guys, be cool! Wow! Excuses. Last chance. Stop. Watch out! There is a cyber cop on the balcony! The secret Who are you calling a nerd? What? How? Dallas, do it! Destroy the tower! My pleasure! Three, two, one, go.